സാദരമായിട്ടുള്ള നല്ല നമസ്തേ. ലോകകപ്പ് ഫുട്ബോൾ അവസാനിച്ചു. അനിവാര്യമായ വിജയം നേടിക്കൊണ്ട് സ്പെയിൻ ലോക ചാമ്പ്യന്മാരായി. സന്തോഷം. സത്യത്തിൽ അർജൻറ്റീനയുടെ ഈ പ്രാവശ്യത്തെ പ്രകടനവും ഫൈനൽ വരെ എത്തിയ നാൾവഴികളും ലോകത്തിലുള്ള എല്ലാവരും വിമർശിച്ചതാണ്. അതിൽ യാഥാർത്ഥ്യമുണ്ട് എന്ന് മനസ്സിലാക്കി നൽകുന്നതായിരുന്നു അർജൻറ്റീനയുടെ ഫൈനലിലെ പ്രകടനം. ഗോള് ഒന്ന് തൊടുവാൻ പോലും അർജൻറ്റീനയുടെ ഒരു കളിക്കാർക്കും കഴിഞ്ഞില്ല. അർജൻറ്റീനയുടെ ആരാധകർ സദയം പൊറുക്കണം. ഈജിപ്തുമായിട്ടുള്ള കളിയിൽ തന്നെ അർജൻറ്റീന തോറ്റ് പുറത്താകേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിക്കാതിരുന്നത് ഫിഫയുടെയും അന്നത്തെ റഫറിയുടെയും ചില ആനുകൂല്യങ്ങൾ കൊണ്ടാണെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ എന്നത് സത്യമായി അവശേഷിക്കുന്നു. അതൊക്കെ പോട്ടെ. ഈ കളി കഴിഞ്ഞതിന് ശേഷം അർജൻറ്റീനയുടെ കളിക്കാരെന്താ കാണിച്ചത്? സ്പോർട്സ് എന്ന് പറയുന്നത് വളരെ മാന്യമായ ഒരു രംഗമായിട്ടാണ് കണക്കാക്കുന്നത്. അതിനകത്തിൽ നിന്നാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്ന വാക്കുണ്ടായത്. അത് എല്ലാ രംഗങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ലെവലേശമുണ്ടായിരുന്നു. നമ്മുടെ ഷോലയിലെ വില്ലൻ അംജദ് ഖാൻ ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വില്ലത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തത്. അംജദ് ഖാൻ്റെ മുഖഭാവമെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണമെന്ന് പറയത്തില്ല. പക്ഷേ ഹിന്ദി സിനിമയിൽ ചില വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴുള്ള അമരേഷ് പുരിയുടെ മുഖഭാവമായിട്ടാണ് അർജൻറ്റീനയുടെ കളിക്കാരെല്ലാം ഇടപെട്ടത്. ലോകകപ്പ് സ്പെയിൻ ഉയർത്തുമ്പോൾ അവർ പുറംതിരിഞ്ഞ് നിൽക്കുന്നു. ഗാർഡ് ഓഫ് ഓണർ നൽകുന്നില്ല. പക്ഷേ സ്പെയിനോ, ഇവർ വെള്ളിക്കപ്പ് മേടിക്കുമ്പോൾ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നു. സ്പെയിൻ്റെ കളിക്കാരെ എല്ലാം കളി കഴിഞ്ഞതിന് ശേഷവും ആ കളി നടക്കുമ്പോഴും ഒക്കെ മൈതാനത്തിട്ട് ചവിട്ടുന്നു, തൊഴിക്കുന്നു. റഫറിയോട് പോലും അടിക്കുമെന്ന് പറയുന്ന ആംഗ്യം കാണിക്കുന്നു. അപ്പോൾ തോൽവി അർജൻറ്റീനയ്ക്ക് സമ്മതിക്കാൻ കഴിയില്ല. പക്ഷേ അർജൻറ്റീനയോട് നല്ല രീതിയിൽ കളിച്ച് ഫിഫയും റഫറിയും കൂട്ടുനിന്നതിൻ്റെ പേരിൽ തോറ്റു പിൻവാങ്ങിയ ടീമിൻ്റെ മാനസികാവസ്ഥ ഇനിയെങ്കിലും അർജൻറ്റീന ഒന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിലും അർജൻറ്റീന പണ്ട് മുതലേ മാന്യമില്ലാത്ത കളി കളിക്കുന്നു. കൈകൊണ്ടടിച്ച ഗോള് ദൈവത്തിൻ്റെ കരങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും വാഴ്ത്തപ്പെടുകയാണ്. അന്ന് സാങ്കേതികത്വമൊന്നുമില്ലെന്ന് പറയുന്നു. പക്ഷേ കാലം മാറുമ്പോൾ തിരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തിരുത്തണം. ഈജിപ്തുമായിട്ടുള്ള കളിയിൽ എന്നേ പുറത്താകേണ്ടതായിരുന്നു. അതുകൊണ്ട് അർജൻറ്റീന എന്ന് പറയുന്ന ടീം മാതൃകയാക്കേണ്ട പല ടീമുകളുമുണ്ട്. ബ്രസീൽ അവർ പുറത്താകുന്നു, പലപ്പോഴും ചാമ്പ്യന്മാരാണ്. ബ്രസീലിലെ ജനങ്ങളുടെ ശ്വാസവും നിശ്വാസവും ജീവിതവും ഒക്കെ തന്നെ ഫുട്ബോളാണ്. ജർമ്മനി ഈ പ്രാവശ്യവും പുറത്തായതിനെപ്പറ്റി ചില വിവാദങ്ങളുണ്ട്. ആ വാർ അനുവദിച്ചത് ഗോളല്ലാതെ ആക്കി. പക്ഷെ അത് യഥാർത്ഥത്തിൽ ഗോളായിരുന്നു. ജർമ്മനി എത്ര മാന്യമായിട്ടാണ് എത്രയോ പ്രാവശ്യം വേൾഡ് കപ്പിൽ ജേതാക്കളായിരുന്ന ജർമ്മനിയുടെ ഇടപെടൽ. അതുകൊണ്ട് അർജൻറ്റീന എപ്പോഴും വർണ്ണവെറിയൻ കാര്യങ്ങൾ തുടരുന്ന ഒരു ടീം. അത് തികച്ചും പരുക്കനായി ഇടപെടുന്നത് സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെ ലവലേശമായ മാന്യത പുലർത്താതെയാണ്. അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. തങ്ങൾക്കെതിരെ കളിക്കുന്ന ടീമിലെ കളിക്കാർക്ക് റെഡ് കാർഡ് വാങ്ങി അവർ പുറത്താകുമ്പോൾ അർജൻറ്റീന അത് സന്തോഷിക്കുന്നു. പക്ഷേ മാന്യമല്ലാത്ത കളിയിലൂടെ തങ്ങളുടെ ഒരു ടീം അങ്ങനെ റെഡ് കാർഡ് മേടിക്കുമ്പോൾ അത് ഗുണ്ടായിസം കാണിക്കുന്ന അർജൻറ്റീനയുടെ അത് സ്പോർട്സ് രംഗത്ത് ഒരിക്കലും അഭികാമ്യമല്ല. വരും കാലങ്ങളിലെങ്കിലും അത് തിരുത്തേണ്ടിയിരിക്കും.